അല്ല ഡ്യൂട്ടി ഉണ്ടല്ലോ പി ഡിയിലുള്ളൂ, അത് കാര്യമില്ല. ഡിയോജ് ഏരിയാസ് സാറേ ഞാനേ പി ഡി ഒന്ന് ചെക്ക് ചെയ്യണം. സാറേ ബിജു സാർ എവിടാ? സാറേ ഒരു സെക്കൻഡ്, ബിജു സാർ എവിടാ? ബിജു സാർ ഇവിടെ പുറത്ത് തന്നെയാണ് സാറേ, ഏരിയയിലുണ്ട്. ഓക്കെ ഏരിയയിലുണ്ട്. ഓക്കെ. അപ്പൊ ബിജു സാറിന് ഞാൻ കയറ്റാൻ വേണ്ടിട്ട് അവരെ അടുത്ത് ഞാൻ റേഡിയോ കോൾ കൊടുക്കാം. സാർ എന്നെ കുറെ നേരം നിങ്ങൾ പ്രേരിപ്പിക്കുകയാണ്. എന്നെ കൊണ്ട് വെറുതെ ഓരോന്നും ചെയ്യിപ്പിക്കരുത്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞ ഞാൻ ഭരത് സാർ എന്റെ കയ്യിലാ. അതാ ഭരത് സാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ സാറിനോടൊന്നും പറയില്ല, ബിക്കോസ് ബിജു സാർ ആവും ഇവിടുത്തെ ചാർജ്. അപ്പൊ ജസ്റ്റ് എനിക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു എന്റെ കൂടെ എനിക്ക് കണ്ട് സംസാരിച്ചത് ഒരാളെ. സാർ എനിക്ക് പുറത്തോട്ട് സാറിനെ വിടാൻ പറ്റാത്തോണ്ടാണ്, കാരണം പുറത്തെ സൗണ്ട് കേട്ടില്ല. ഇതിന്റെ ഇടയ്ക്ക് സാറിനെ വിട്ട് കഴിഞ്ഞ് ഞങ്ങളുടെ അവസ്ഥ സാർ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇറങ്ങി ഓടണ്ടേ സാറേ? ബിജു സാർ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ബിജു സാറുമായിട്ട് സാർ സംസാരിക്കുക, ലൈക്ക് എന്താണെന്ന് വെച്ചാൽ സാറിന് ആ രീതിക്ക് സംസാരിക്കും. സാറിന് അറിയാലോ ബിജു സാറിന്. ഡിയോജേവാ ബിജു സാറിന്റെ നമ്പർ ഒന്ന് തരുമോ? അല്ലെങ്കിൽ ബിജു സാറിന് സോറി പറഞ്ഞ പിള്ളേരിന് കേക്കോന്ന് പറഞ്ഞോളൂ സാറേ. ഹലോ എടാ ബിജു സാറിനെ കയറ്റി വിടുവോന്ന്? ബിജു സാറ് പിടിയിലെ ഹയർ ഓഫീസറാ, ഒന്ന് കയറ്റി വിട്. വരും പുള്ളി വരും. നമ്മളവിടെ നിൽക്കുന്നുണ്ടോ വരാത്ത? വരും ഇനി വരും. ബിജു സാറിനെ കയറ്റി വിടാൻ ഉദ്ദേശിച്ചത് ഭരത് സാറിനെ കയറ്റി വിടാൻ നോക്കിയത് പോലെയാണോ? ഞാൻ ആലോചിക്കും അത് വേണോ. നമ്മൾ വേണമെങ്കിൽ കയറ്റാം. നോക്കാം എന്നാ കയറ്റി വിടാട്ടാ. ബിജു സാറൊന്നും വരില്ല, ആരും വരൂല. എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ ആര് വരും ആര് വരൂലെന്ന്. ആരും വരാൻ പോണില്ല, ബിജു സാറും വരത്തില്ല. ഹലോ ഹെഡ് ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ? ഹെഡ് അല്ലേ? ഓക്കെ ജോക്കി. അതെ ജോക്കി, പിന്നെ ഡിഒച്ച് കേൾക്കാനാണ്. ഈ ഒരു ആർ പി കണ്ടിന്യൂഷൻ ഇല്ല, ഇതോടെ എൻ്റർഡ് ആണ്, സെർവർ സൈഡ് എൻ്റർഡ് ആണ് ഈ ആർ പി. ഓക്കെ സെർവർ സൈഡ് എൻ്റർഡ് ആണോ? അപ്പൊ ഇതിന്റെ റീസൺ ഒന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. അത് ബിക്കോസ് അവിടെ നിങ്ങളുടെ അവിടെ പുറത്ത് സിറ്റുവേഷൻസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് പുറത്ത് വന്ന് സംസാരിച്ച ബേസിക് അവിടെ ഫയറിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയട്ടെ. എടാ ഒരു മിനിറ്റ്, റേഡിയോ സൈലന്റ് ആയ ഒരു മിനിറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇവൻ എടാ ഞാൻ കുറച്ചു നേരം ഞാനൊരു കാര്യം പറയാം. ഇതിനകത്ത് ഇവനൊരു മെമ്പറാണ്, ചന്ദ്രൻ. ഇവന് പിള്ളേരുണ്ട്. ഇവന് ഒരു ഗാങ്സ്റ്റർ സാധനത്തിൽ കളിക്കുന്നത്. ഇത് ഔട്ട്സൈഡ് ആർ പി ഞാൻ ഗാങ്സ്റ്റർ റോൾ കളിക്കുന്ന ഒരുത്തൻ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഗാങ്സ്റ്റർ റോൾ കളിക്കുന്ന ഒരുത്തൻ. ഈ ഒരു ഗാങ്സ്റ്ററിന് ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ കിടക്കാൻ താല്പര്യം കാണുമോ? അപ്പം പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയൊക്കെ കിടക്കാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ അതെല്ലാം അവൻ നോക്കും. അവനെ അടിച്ചിട്ടിട്ട് നേരെ പീഡി കൊണ്ടുപോയിട്ട് പൂട്ടിയിടുക എന്നുള്ളത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. ഇവരെന്താ ചെയ്യാത്തെ? പിന്നെ പീഡി കളിക്കുന്ന എന്തിനാ? 10, 30, 40 പേര് പീഡി കളിക്കുന്ന എന്തിനാ? അത് മനസ്സിലായി ജോക്കി, അതാണ് പറയുന്നത്. കറന്റ് അതൊരു വൾഗാരിറ്റിലേക്ക് പോകുന്നോണ്ടാണ് ഇതിപ്പോ സിറ്റുവേഷൻ എൻഡ് ചെയ്തത്. ഞാൻ സിമ്പിൾ ആയിട്ട് കാര്യം ചെയ്യട്ടെ. ഇയാളിപ്പോ ഈ മജിസ്ട്രേറ്റ് പറഞ്ഞ ആളിപ്പോ കാണിക്കേണ്ട എന്താണ് ഇവിടെ? ഞാൻ ഓസിയാണ് സംസാരിക്കുന്നത്. പുള്ളി ഇപ്പൊ എന്താ കാണിക്കേണ്ട ഇവിടെ? താൻ എന്താണ് കാണിക്കേണ്ട? ഇപ്പം താൻ ഇപ്പൊ ഫിയർആർപിയാണ് കാണിക്കണം. മനസ്സിലായ അതെനിക്ക്? അഡ്മിൻ നിൽക്കുന്നുണ്ട്. അത് അഡ്മിൻ അടുത്താണ് ഞാൻ പറയണേ. അതാണ് ഞാൻ ചോദിക്കുന്നത്. പുള്ളി ഇപ്പൊ എന്താ കാണിക്കുന്നത്? പുള്ളിക്ക് ബോധ്യമില്ലേ? അതാ പറയുന്നത്. അതായത് ഒറ്റ മിനിറ്റ് പറയുന്ന നിങ്ങൾ ഹോസ്റ്റേജ് എടുത്തു എന്ന് പറയുന്ന ആള് സിറ്റിയിലില്ല. അത് എവർക്ക് അറിഞ്ഞൂടാ? അഡ്മിൻ അത് എവർക്ക് അറിഞ്ഞൂടാ? അത് എവർക്ക് അറിഞ്ഞൂടാ? ഇതില് കൺഫർമേഷൻ ഇല്ല. കൺഫർമേഷൻ എന്ത്? ഞാൻ ഉണ്ടെന്ന് പറയുമ്പോ കൺഫർമേഷൻ ഇല്ലല്ലോ.
ഞാൻ കാര്യം പറയട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ വിശ്വസിക്കാൻ പറ്റുമോ ചന്ദ്ര? അതാണ് ചോദ്യം. അതിന് വിശ്വസിക്കണം. പിന്നെ അല്ലെങ്കിൽ ആള് ഉണ്ടെന്ന് നിങ്ങൾക്ക് എനിക്ക് പ്രൂവ് തരാൻ പറ്റുമോ? നിങ്ങൾക്ക് പ്രൂഫ് തരാൻ പറ്റുമോ ആള് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന്? ഞാൻ ചോദിച്ചില്ലേ ചന്ദ്രന്റെ, ഞാൻ ചോദിച്ചില്ലേ ആള് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്നുള്ളത് പ്രൂഫ് തരാൻ ചന്ദ്രൻ ചോദിച്ചില്ലേ? ആ അതിപ്പോ ആൾ സിറ്റി ഇല്ലാത്തവ ഇറങ്ങിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എന്ത് ചെയ്യാനാ അതിന്? ഞാനാണ് ഇറക്കി വിട്ട ആളെ. ഭയങ്കര ശോകമാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ല ഇവിടെ അപ്പൊ ആർക്ക് ഇവിടെ ഒരു നിങ്ങളെ വിളിക്കുന്നത് അല്ല കഴിഞ്ഞില്ല ഇതില്ല സിറ്റുവേഷൻ കഴിഞ്ഞില്ലേ സാർ? അല്ല സാർ ഇല്ലല്ലേ ഞാൻ ഇനി ഉണ്ടാക്കല്ലേ? ചന്ദ്രൻ കറന്റ് ഇവിടെ ഗോഡ് എവിടെ? സ്റ്റേഷൻ അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ. ഞാൻ ചോദിച്ചത് സിറ്റുവേഷനിലുള്ള ആള് എഫ്ഐറ്റ് അടിച്ച് പോയതിന് ഞാൻ എന്ത് ചെയ്യാനാ? ചന്ദ്ര അതാണ് ചോദിക്കുന്നത്. ഇപ്പൊ കറന്റ് നടക്കുന്ന എന്താണ് ഇവിടെ കണ്ടിന്യൂ കണ്ടിന്യൂ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരത് സാർ എന്തിനാ ഇറങ്ങി പോയത്? പുള്ളിയുടെ മിസ്റ്റേക്ക് അത്. അതല്ല ചോദിക്കുന്നേ. ഇന്നലെ ഓൾറെഡി ഇന്നലല്ലേ നിങ്ങളുടെ സിറ്റുവേഷൻ കഴിഞ്ഞത്? മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് നിങ്ങൾ ഓൾറെഡി അത് സെർവർ സൈഡ് എന്റേതല്ല. അതെന്റേതല്ല. ആരും എന്റേതില്ല. എന്റേതല്ല അല്ല അത് എന്റേതല്ല. ആ സിറ്റുവേഷന്റെ ബാക്കി ഇന്നലെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് ഭരത് സാർ വന്നിട്ട് BM-ന്റെ ഓഫീസ് ഒന്ന് പൂട്ടിച്ച് ബാക്കി ആരെല്ലാം ചെയ്ത്. ആൻഡ് ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് അണ്ണുവിനെയും കൊണ്ട് ഇവിടെ, അതായത് അണ്ണു ഹാജർ എന്ന ആള് എന്നെ ഇവിടെ കൊണ്ടുവരാന്നുള്ളത്. ഞാൻ വന്നു. സിറ്റിയിൽ PD കുറച്ച് പേരുണ്ടായിരുന്നു. വന്നു. ഞാൻ എന്റെ ബാക്കപ്പ് അവിടെ ഫ്രണ്ടിൽ നിർത്തി. ഞാൻ പറഞ്ഞു എനിക്ക് പോണം, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കുക എന്താ വെച്ചാൽ. അത് ആർപ്പിക്ക് അവർക്ക് ഞാൻ ഇട്ട് കൊടുത്ത ഞാൻ ഉണ്ടാക്കിയ ഇതാ അത്. അതായത് ഇത് കഴിഞ്ഞ് ഞാൻ പുറത്ത് പോകുമ്പോഴത്തേക്ക് അവർ RP കണ്ടിന്യൂ ചെയ്യാൻ അതേ ഒരു വഴിയുള്ളൂ അവർക്ക്. അതായത് ഞാൻ ഇവിടുന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കണ്ടുപിടിക്കുക എന്നുള്ളത് അവർ RP അത്. അതിനിടയ്ക്ക് ഞാൻ എന്റെ ഗ്യാങ്ങിന് ഇന്റർഫിയർ ചെയ്യിപ്പിക്കത്തില്ല. ഞാൻ എങ്ങനെ ഈ RP കളിച്ചത് അതുപോലെ സിറ്റിസനെ വെച്ചിട്ട് ഞാൻ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത്. എവരാ ഇതിനെ വൾഗറാക്കുന്നത്? ഇവർക്കിപ്പം ചെയ്യാൻ പറ്റുന്ന ഞാൻ കാര്യം ചോദിക്കട്ടെ. ഈ മജിസ്ട്രേറ്റിനും ഈ ബാക്കിയുള്ളവർക്കൊന്നും ജീവനിൽ പേടിയില്ലേ? ഡ്യൂട്ടിയെക്കാട്ടിലും വലുതാണോ ഇവർക്ക്? എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇവര് മരിക്കും അറിഞ്ഞിട്ട് ഇവരെന്തിനാ ഇത് ഇത്രയും ചെയ്യുന്നേ? ഇവരെക്കാട്ടിലും 10 ഇരട്ടി ആൾക്കാർ ബാക്കിൽ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിപ്പോ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഫിയർ കാണിച്ചിട്ട് ചന്ദ്രനെ വെളിയിലെങ്കിലും കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ PD വരട്ടെ. അവിടെ PD വന്നിട്ട് അടിക്കോ പിടിക്കോ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ. പുള്ളിക്കാരൻ ഫിയർ കാണിച്ചിട്ട് ചന്ദ്രനെ വെളി ഡോർ തുറന്നു ഇറക്കി വിടുക. അത്രേ ഉള്ളൂ പുള്ളിക്കാരൻ ചെയ്യേണ്ടത്. ആ ഡോർ തുറന്ന ഇറങ്ങി കഴിഞ്ഞാൽ പുള്ളിയുടെ റോള് തീർന്നു അവിടെ. അതാണ് അവിടെ ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ഇതിനകത്ത് തന്നെ ഭരത്ത് വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി പുള്ളിക്കാരൻ ഈ DOJ-യുടെ പുള്ളിക്കാരൻ അത് ചെയ്ത് അത് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പേടിയാണ്. പുള്ളിക്കാരൻ പിന്നെ റോളും ഇല്ല. മനസ്സിലായി. ഞാൻ ബിജുനോട് സംസാരിക്കട്ടെ. ബിജു ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്തില്ലാണ്. ഫെഡപ്പായി ശരിക്കും പറയാം. ഇല്ല ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം. എനിക്കറിയാം ഈ പറയുന്ന പോലെ ഭരത് സാറിന്റെ അവരെ RP ചെയ്യുന്നവരെ PD RP ചെയ്യുന്നവരെ അതിൽ പോയിട്ട് അലമ്പുണ്ടാക്കരുത് ദയവ് ചെയ്ത്. ഈ RP ചെയ്യുന്നവരെ PD RP ചെയ്യുന്നവരെ വരെ ചാറ്റിലൊന്നും പോയിട്ട് ദയവ് ചെയ്ത് അലമ്പുണ്ടാക്കരുത്. അങ്ങനെ ആയാലും ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് നിർത്തത്. അത് വേണ്ട. നമ്മൾ ട്രൈ ചെയ്ത് അത് നടക്കൂല. നമ്മുടെ ഈ സിറ്റിയുടെ നിയമവ്യവസ്ഥ വെച്ചിട്ട് ഈ സിറ്റിയുടെ റൂൾസ് വെച്ചിട്ട് നടക്കൂല. അപ്പോൾ നമ്മളത് വിട്ട് അത്രേ ഉള്ളൂ. ഗോകു ബ്രോ താങ്ക് യു ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിർത്തിക്കോ. അങ്ങനത്തെ പരിപാടിക്ക് നിർത്തിക്കോ ഇതാക്കണമെങ്കിൽ. വേറെ ആരും ചാറ്റിൽ പ്രശ്നം ഉണ്ടാക്കണ്ട. ഇവന്മാർക്ക് ഈ റോബറിയും ചെയ്ത് ചന്ദ്രൻ സാറിനെ തൂക്ക് കൊണ്ടിട്ട് എനിക്ക് ഡോറ് തുറന്നു താ എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തോ ഉണ്ടെങ്കിലും സാറാണ് ഡിസിഷൻ എടുക്കേണ്ടത്. അവിടെ എത്ര PD ഉണ്ടെങ്കിലും സാറ് പറയാ എനിക്ക് എന്റെ ജീവന് ഭീഷണിയാണ്, ഡോറ് തുറന്നു ചന്ദ്രനെ ഇറക്കി വിടുന്നു. അവിടെ ചന്ദ്രൻ ഇറക്കിയിട്ട് ബാക്കി PD ടേക്ക് ഓവർ ചെയ്യട്ടെ. അതാ പറഞ്ഞേ എന്നെ ഗണ്ണിയും ചെയ്തിട്ടില്ല. ഇല്ല അണ്ണു സംസാരിക്കണ്ട. ഇല്ല ഇതിൽ ഒരു പോയിന്റ് ഇല്ല സംസാരിക്കണേ. വാ അണ്ണു അവർ പഠിച്ച വേറെ RP. നമ്മൾ പഠിച്ച സ്കൂളിലല്ല പഠിച്ചവര്. ബ്രോ തുറന്നേരോ.
എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെ. എന്തിനാ ഇതൊക്കെ നടക്കുന്നത്? ഒന്ന് തുറന്നുതരാൻ പറയോ? ഒന്ന് തുറക്കൊന്ന്. ഗോഡിനോടൊന്ന് സംസാരിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. അവരുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഇതുമായിട്ട് ചെയ്യാൻ അല്ല മനസ്സിലായി. ഇല്ല ഇതിന് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് തുറന്നാ ഇത് കഴിഞ്ഞു ബ്രോ. അത് തുറക്കാൻ ബ്രോ. അല്ല അത് ഓൾറെഡി അത് എൻഡ് ആക്കിയതാ. ഞാനാ ഇത് ഹോൾഡ് ചെയ്ത ബ്രോ. എന്തിനാ ചെയ്യണമെന്ന് വെച്ച് ഞാനാ ചോദ്യം ചെയ്തത്. ഇതും തുറന്നു തരാമോ? ഞങ്ങൾക്ക് പോണം. ഓൾറെഡി അനൗൺസ്മെന്റ് ഇട്ടതാ. അണ്ണനെ കഫ് ചെയ്തല്ല കേട്ടോ, ഈ സാധനം എടുത്തു വെക്കാൻ നോക്കിയതാണേ. സോറി, ഇപ്പം കഫ് ചെയ്തരാം. ഇല്ല അന്നത് മാറിയതാ. ഇല്ല അതവർക്ക് മാറിയ. ഇല്ല അതല്ല. അല്ല അവർക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഞാൻ എങ്ങോട്ട് നോക്കിയിട്ടാണ് മൗസ് ക്ലിക്ക് ചെയ്യുന്നതെന്ന് അറിയാതെ ചെയ്താന്ന് ചോദിച്ചു. നീ പിന്നെ ഈ പാൽക്കുപ്പിത്തരം കാണിക്കുന്നേ. നീ അല്ല അണ്ണു വെറുതെ കണ്ടില്ല, മനസ്സിലായോ? പാൽക്കുപ്പിത്തരം കാണിച്ചോ? ഇനി വേണം ഇടിച്ചാ നീ എന്താ? നീ കഫ് ചെയ്യോ? നീ കഫ് ചെയ്യും. എന്റെ അണ്ണു അവര് അറിഞ്ഞോണ്ടല്ല. അത് കണ്ടറിഞ്ഞൂടെ? അത് അറിഞ്ഞോണ്ടല്ലാന്ന് അണ്ണ അവന്മാർക്ക്. എനിക്ക് അറിഞ്ഞൂടെ അണ്ണ. അത് ആ പ്രോപ്പിന്റെ സാധനം. അത് ആ പ്രോപ്പിന്റെ ഇതാ. അത് എനിക്ക് എന്റെ പെർസ്പെക്ടീവിൽ അങ്ങനെ എനിക്ക് തോന്നത്തുള്ളൂ. അണ്ണു അതാ പ്രോപ്പില്. അത് അങ്ങനെ എനിക്ക് ഞാൻ കളിച്ചിട്ടുള്ളല്ലേ ഇതിൽ. എനിക്കത് എടാ കഴിഞ്ഞ സിറ്റുവേഷൻ ഇതൊന്നും ഇതാക്കാൻ പോണ്ട. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെടാ. എന്തിനാടാ ഈ ഭരത് എങ്ങനെയാ ചത്തത്? ഒന്ന് പറഞ്ഞാൽ മതി, ജസ്റ്റ് അറിയാൻ വേണ്ടിട്ടാ. ആ POV എനിക്കൊന്ന് പുറത്തുനിന്ന് എനിക്ക് ആ POV പുറത്തുനിന്ന് കാണിച്ചു തന്നെ എനിക്ക്. അല്ല ഭരത്തിന്റെ അല്ല. എനിക്ക് നിങ്ങളുടെ POV എനിക്കത് കണ്ടാ കൊള്ളാന്നുണ്ടെന്ന്. ഒന്ന് RP ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. ഞാൻ നോക്കട്ടെ ഒന്ന്. ഞാൻ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കട്ടെ. വോയിസ് ബഗ് ഉണ്ടേ. ഒളിച്ചിരുന്നു കഴിഞ്ഞാൽ ആരും കാണത്തില്ല. ഹലോ കാണിക്കൂ. POV കാണിക്കൂ. ചന്ദ്ര അവരിപ്പോ എന്താ ഇറങ്ങാൻ വല്ല പ്ലാനും ഉണ്ടോ? ചെറിയ പരിപാടിയിലാണ്. പുള്ളിതാണ് ഈ ചുമല വണ്ടിയേ. ഹലോ സാറേ. വണ്ടി തന്നെ. ഞാനാണ് ഫയർ. എടാ നീ ഇത് കംപ്ലീറ്റ്ലി വിട്ടോളാം. എന്താ RP? ഇല്ല ഇത് വിട്ടാണ്. ഇത് ഞാൻ കാര്യം പറയട്ടാണോ? ഞാൻ വിട്ടെ. ഇതേ സിംപ്ലി ഞാൻ പറയാ. പുള്ളി ഇവിടെ ഒന്നാമത്തെ കാര്യം കണ്ണാൻ ചെയ്തപ്പോ ഫിയർ RP കാണിച്ചില്ല. ബാക്ക് എടുത്ത് പോയി. അല്ലല്ല അത് ഇന്നലത്തെ കാണിക്കാതെ പിന്നെങ്കിലും പോട്ടാണോ. 10-20 പീഡികളുണ്ടെന്ന് പറയാം. ഒരു 3-4 പീഡി നമ്മൾ 10, 20, 25, 30 പേര് അടുപ്പിച്ച് ഇവിടെ ഉണ്ട് സിറ്റുവേഷനിൽ. അത് കാണിച്ചില്ല. എന്നിട്ട് ഇത് എന്താ FI അടിച്ചു പോയി? ഇതെന്താ പുള്ളി FI അടിച്ച് ചത്ത കിടക്കുമ്പോ പുള്ളി FI അടിച്ചു പോയി. ഇനി ഈ RP എങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണ്? ഈ RP എന്ത് മണ്ടത്തരം അവര് കാണിക്കുന്നേ? അല്ല അണ്ണു ഞാൻ കാര്യം പറയട്ടെ. ഈ പുള്ളി എന്ത് മണ്ടത്തരേ കാണിക്കുന്നത്? ഇങ്ങനെയാണ് RP കളിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്ത സിറ്റുവേഷൻ അടിച്ച് പോകുന്നത് എനിക്ക് മനസ്സിലാവത്തില്ല. എന്തൊക്കെയാ സത്യം പറഞ്ഞാൽ അല്ല നടക്കുന്നത്? എനിക്കിതൊന്ന് ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഞാൻ ഇത് VCP സംസാരിക്കട്ടെ അണ്ണു. അല്ല ഈ ഹയർ ഓഫീഷ്യൽസ് എന്താ കാണിച്ചത് അവിടെ?
ഈ ഗൈസ് ആരും പോയിട്ട് അങ്ങനെ ചാറ്റിൽ പോയി തെറി വിളിക്കല്ലേ. ഒരു മിനിറ്റ്. ഇതെങ്ങനെ ഇത് ഇതാക്കാൻ പറ്റുന്നുള്ളത്, എങ്ങനെ എൻഡ് ചെയ്ത് വിടാൻ പറ്റുന്നുള്ളത് ഒരു ആവശ്യമില്ല. ഭരസാറിന് ഓണം. ഭരസാറിന് ഓണം. ഒരു മിനിറ്റ് ഞാൻ മെസ്സേജ് അയച്ചോട്ടെ പുള്ളിയുടെ ചാറ്റില്. ചന്ദ്ര വിടറാ. അല്ലല്ല അതല്ല, ഞാൻ നമ്മളെ പിള്ളേരെ നിർത്താൻ പറയാൻ വേണ്ടിട്ട്. അല്ല അപ്പാപ്പനോ സിറ്റി അപ്പാപ്പനടുത്തൊന്ന് വരാൻ പറഞ്ഞു ഒന്ന്. എടാ ഞാനൊരു കാര്യം ചെയ്യട്ടെ ചന്ദ്ര, ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും നീ പറയുന്നേ? എടേ ആ പുള്ളിയുടെ ചാറ്റിലൊന്നും ആരും തെറി വിളിക്കല്ലേ അണ്ണു. ഇല്ല എനിക്ക് ഈ ഹയർ ഒഫീഷ്യൽസോടെ കാണിച്ചില്ല അണ്ണു. നമ്മൾ ഇന്നപ്പോ നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ അത്രയും ആൾക്കാർ പുറത്തുണ്ട്, അതുകൊണ്ട് നമ്മളിപ്പം ഇതാക്കിയില്ലെങ്കിൽ നമ്മൾ അവര് നിങ്ങളെ കൊന്നുകളയെന്ന് പറഞ്ഞില്ലേ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയ്ക്കുള്ള ആൾക്കാരെ ഉള്ളൂ. ഞാൻ അത് കണ്ടോണ്ടാ ഇത് പറഞ്ഞത് അവരെടുത്ത്. അപ്പോ അവരത് ഏത് രീതിയിലാ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നേ? അതായത് അവർക്ക് ലൈഫ് അപ്പൊ ഈ സർവർ സൈഡിൽ നിന്ന് ഫുൾ ആയിട്ട് ഉണ്ടാക്കിയല്ലോ അല്ലേ ആന്ത്രു? സർവർ സൈഡ് എനിക്ക് ഇതെന്താ എവർക്കൊക്കെ മാത്രമേ വിഷമമുള്ളൂ, നമുക്കാർക്ക് വിഷമമില്ലേ? അതാണ് ഒരു വാർപ്പ് ഇത്രയും കൊണ്ടുവരുമ്പോ തന്നെ ബുദ്ധിമുട്ടാ, മനസ്സിലായത്. എടാ ഞാൻ വിചാരിച്ച എടാ ബാല ഞാൻ ഇങ്ങനെ വിചാരിച്ച ഈ സിറ്റുവേഷൻ ഞാൻ ഇങ്ങനെ വിചാരിച്ച, അതായത് അവർക്കൊരു ഓപ്പണിംഗ് വേണം എന്തായാലും ഈ RP കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ. അവർക്കൊരു ഓപ്പണിംഗ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ DOJ കയറിയിട്ട് ഞാൻ എന്താ പറയുക അവിടെ വന്നിട്ട് ജസ്റ്റ് പറയാണ് എൻ്റെ ആൾക്കാരുണ്ട് എന്നെ ഇപ്പം നിങ്ങൾക്ക് അവർക്ക് അപ്പോൾ നിസ്സഹായരാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ സൈഡിൽ ആൾക്കാർ കുറവാണ്, മാൻ പവർ അവരുടെ സൈഡിൽ നിന്ന്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സിറ്റുവേഷൻ വീണ്ടും റീഓപ്പൺ ആയി. എന്നാലേ അവർക്ക് ഓപ്പണിംഗ് ഉള്ളൂ. ഈ സിറ്റുവേഷൻ വീണ്ടും ആ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒരേ വഴി അതേ ഉള്ളൂ അവർക്ക്. അതും എന്നെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ അവരെന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ വെറുതെ സിറ്റി നടക്കുമ്പോൾ എന്നെ വീണ്ടും ഇങ്ങനെ ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും RP കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പിടിച്ചോണ്ട് പോകുന്നുള്ളതാണ്. പിന്നെ ഇത് ലൂപ്പ് ആയിക്കൊണ്ടിരിക്കും. അതെ, ലൂപ്പ് ആയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. നിന്നെ ഒരിക്കലും പിടിക്കാനും പറ്റത്തില്ല. ആ ലൂപ്പ് ആയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. എന്നെങ്കിൽ അവര് എന്തേലും ഇതായി പ്ലാൻ ചെയ്ത് ചെയ്യണം 2-3 ദിവസം കഴിഞ്ഞിട്ട്. എനിക്കറിയത്തില്ല, എന്തൊരു കഷ്ടമാണ്. എടാ ദൈവത്തെ ഓർത്ത് അവിടെ ആരും പോയി തെറിയൊന്നും വിളിക്കല്ലേ. സാറേ മാർക്കോ, സാറല്ലേ മാർക്കോ? അല്ലേ അണ്ണു ഓക്കെ അല്ലേ? എടാ ഇത് ചുമ്മാ ഫണ്ണായിട്ട് എടുത്ത് കളയേണ്ട RP ആടാ. നല്ല രസമുള്ള RP ആയിരുന്നു. ഒന്നും ഇടവേണ്ട. ഭരസാറിന് ഇപ്പോഴും RP എന്താണെന്ന് മനസ്സിലായിട്ടില്ലെന്നാണ് പുള്ളിക്ക് തോന്നുന്നത്. അത് പുള്ളിക്ക് മനസ്സിലാവണമെങ്കിൽ പുള്ളി സഹകരിച്ചാലേ പുള്ളിക്ക് മനസ്സിലാകാൻ പറ്റൂ. ഭരസാർ അത് കാണുന്നുണ്ടെങ്കിൽ സാർ സഹകരിച്ചാലേ സാർക്ക് അടുത്തുള്ള RP സാറിന് അറിയാൻ സാറിന് എന്താണ് അടുത്ത RP എന്ന് മനസ്സിലാവണമെങ്കിൽ സാർ സഹകരിക്കണം. സാർ സഹകരിച്ചാലേ അടുത്ത് വെടിവെപ്പാണോ എന്താണ് സാറിന് മനസ്സിലാവത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇന്നലെ പറഞ്ഞൊരു പോയിന്റ് ചെയ്ത ഇവിടെ ആരും സംസാരിക്കുന്നില്ല. സംസാരിച്ചൊരു RP സാധനം നിക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞില്ല. അല്ല ബ്രാവോനൊന്ന് വിളിക്കും. എനിക്ക് ബ്രാവോ ഗ്രൂപ്പിട്ടേക്കുന്ന മെസ്സേജ് നോക്ക്. ഇൻട്രസ്റ്റിംഗ് RP ചെയ്യും. സെക്കൻഡ് സാറേ നല്ല കാലമുള്ളോണ്ട് നിൽക്കുക. സാർ എന്നേ അയ്യോ സോറി അത് തട്ടിയതാണ്. സാർ ഒരു സെക്കൻഡ്. എടാ പറഞ്ഞോ. ഒരു സെക്കൻഡ്. അല്ല ഞാൻ ഒരു സെക്കൻഡ്. എടാ ലെവി പിസ്റ്റൽ ഉണ്ടോടാ കയ്യിൽ? എന്റെ പിസ്റ്റൽ തന്നെ പെട്ടെന്ന് പിസ്റ്റൽ തന്നെ. ഒരു സെക്കൻഡ്.
സാറേ 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 സാറിന് കൈ വെക്കുക, സാറിന് കൈ വെക്കുക ജസ്റ്റ് ഒന്ന്. ആഹാ എല്ലാരും ഇങ്ങനെ തന്നെ. ഞാൻ നോക്കിയതാ, അല്ല എല്ലാവർക്കും ഇത് ഉണ്ടാന്ന് നോക്കി. ഈ റിഫ്ലക്ഷൻ എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ഞെട്ടാ ഈ ഓർഡറിനെ സംഭവം മനസ്സിലായില്ല. അല്ല ഞെട്ടിത്തെറിച്ചത് ഉണ്ട്. ഓക്കെ 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 ഞെട്ടാ 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 എന്തായാലും ഞെട്ടാ. ഓക്കെ സാർ പൊക്കോ. അതെ സാർ, ഞാൻ ജസ്റ്റ് ഒന്ന് അന്ന് ഞാൻ നോക്കിയതാന്ന്, ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത് അങ്ങനത്തെ ഇതുണ്ടോ നിങ്ങൾക്ക്. സാർ വലിയൊന്നുമില്ല സുന്ദരം സാർ, ഇന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. സാറേ ഇന്ന് ക്ലബ്ബൊന്നും മറ്റേ പൂട്ടിക്കാനില്ല സാറേ. അല്ല സാറേ ഞാൻ കാര്യം പറ്റേ അല്ലല്ല വെയിറ്റ്, ഒരു 12 പേരെ ചോദിച്ചായിരുന്നേ, 23 പേരുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്തിട്ട് സംസാരിക്കാൻ ഇത് സംസാരിക്കണ്ട. ആ സിറ്റുവേഷൻ ആയിട്ട് ഇപ്പൊ സംസാരിക്കണ്ട, ഇപ്പൊ സംസാരിക്കണ്ട. അത് ഇപ്പം സെർവർ ഇതാക്കി വെച്ചേക്കാം അവിടെ. അഡ്മിൻ വന്ന് പറഞ്ഞായിരുന്നു കേട്ടോ, ഇത് സിറ്റി സൈഡ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്നേ പറയാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മളൊന്നും പോവില്ല അപ്പം. പോ ആ, പോവാം.